സ്വർഗസ്നായങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അവർക്കും ഓടിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എനിക്കുള്ളതാകുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും സമയത്തോടെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. പിരിഞ്ഞു പോയാലും കർത്താവ് ഞങ്ങൾ യാത്രനായിട്ട് ഞങ്ങളുടെ ഇടയിലിരിക്കുമാറാകണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അവിടുന്ന് പരിഹരിക്കണം. എൻ്റെ 57-ാം പെരുന്നാൾ പിറന്നാൾ സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ്. 57-ാം പെരുന്നാൾ സംബന്ധിക്കാൻ വേണ്ടിയാണ്. അതിൽ മക്കളായ ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ പേര് ഷേറു ചുങ്കത്ത് എന്നാണ്. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൻ മരിച്ചു പോയിട്ട് 30 കൊല്ലത്തോളമായിട്ടുണ്ട്. നമ്മുടെ പേര് വീട്ടിൽ മോളുകുട്ടി എന്നാണ് ആദ്യം വിളിച്ചിരുന്നല്ലേ? ശരിക്കും പേര് ചെറുത്തി എന്നാണ്. അപ്പന്റെ പേര് ചേറു എന്നാണ്. അമ്മയുടെ പേര് മറിയ. കല്യാണം എത്ര ചെറുപ്പത്തില് എത്ര വയസ്സിലായിരുന്നു? 13 വയസ്സ്. അത് എവിടെ വെച്ചായിരുന്നു? അപ്പന്റെ വീട്ടില് കുന്നോളത്ത് വെച്ചായിരുന്നു. പിന്നെ എവിടെ നിങ്ങളുടെ താമസമായിരുന്നു? പുത്തമ്പട്ടങ്ങാടിയില് കുന്നോളങ്ങാടിയിലായിരുന്നു. പിന്നെ അവിടെ നിങ്ങൾ ചാലിശ്ശേരി എവിടെയാ? ചാലിശ്ശേരി താമസിച്ചോ? നമ്മുടെ വീട്. പിന്നെ അവിടെ താമസം ഉണ്ടായോ? അവിടെ കുറെ താമസിച്ചു. നമ്മുടെ അപ്പന്റെ കുടുംബത്ത് പിന്നെ ആരൊക്കെ ഉണ്ട് ഇനി ബാക്കി? എന്റെ കുടുംബത്ത് അപ്പനും അപ്പന്റെ ഏട്ടന്മാരും എല്ലാവരും മരിച്ചു. വലിയപ്പന്റെ മക്കളും പാപ്പന്റെ മക്കളും ഉള്ളു. ഉപ്പാവന്റെ മക്കളൊക്കെ താമസം ഇപ്പൊ എവിടെയാ? കുന്നോളത്ത് തന്നെ. പിന്നെ ശോഭിനൂർ ആരൊക്കെ ഉണ്ട്? അപ്പന്റെ ചൊവ്വന്നൂരും പാപ്പന്റെ മക്കള് ചൊവ്വന്നൂര്. പിന്നെ ആരൊക്കെ ഉണ്ട്? പാപ്പന്റെ മക്കളുണ്ട്, വല്യപ്പന്റെ മക്കളുണ്ട്. എനിക്ക് 4 സഹോദരിമാരെ ഞങ്ങൾ എന്നോട് കൂടിയിട്ട്. മക്കള് എനിക്ക് 7 ആള് മക്കള്, 3 ആണും 4 പെണ്ണും. നമ്മുടെ അനിയത്തിമാരൊക്കെ എവിടെയാ? അനിയത്തിമാരെ കന്യാകുമാരി, പഴനിയില്, കോട്ടയില്. അനിയത്തിമാരുടെ ഭർത്താക്കന്മാരൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഒരാളേ ഉള്ളൂ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര മക്കളാ? 7 മക്കൾ. ആകെ എത്ര പേരുണ്ടായിരുന്നു? 9 പേരുണ്ട്. മോന് പേര് ചുമാരേന, മരുവൾക്ക് പേര് ചെറു. മോന്റെ പേര് ചേറൂന്ന്. മരുവളുടെ പേര് അമ്മണിന്ന് ഞങ്ങള് വിളിക്കുന്നത്. വീട്ടില് കുഞ്ഞിട്ടിന്ന്. അവരുടെ കല്യാണ ഫോട്ടോ നമുക്ക് വെക്കാം. അവരിവിടെ വന്നിട്ടുണ്ട്. ഏതായാലും അന്നേരം പടം എടുക്കാം. അവരുടെ ആദ്യം ഈ ഫോട്ടോ ഇപ്പൊ വയസ്സായി. പാവടും കൂടി നമുക്ക് വെക്കാലോ. മൂന്നാമത്തെ ആള് പിന്നെ നാലാമത്തെ കുട്ടി
അഞ്ചാമത്തെ കുട്ടി. അഞ്ചാമത്തെ കുട്ടി എന്താ പേര്? പേര് അവൾക്ക് പേര് ചിന്നമ്മാന്ന ചിന്നമ്മ പേര്. ഈ കല്യാണം കഴിച്ചില്ല അല്ലേ? എന്താ കല്യാണം കഴിക്കാൻ നിർത്തി വരുമ്പോളെ? കല്യാണം കഴിക്കുന്നില്ല. യോഗ കഴിക്കും, കല്യാണം കഴിയാത്തത് ബാക്കി എല്ലാവരും കഴിക്കും. എന്താ ജോലിയായിരുന്നു? ജോലി അവൾക്ക് ആഫീസില് എഞ്ചിനീയറായി. ആ ഇപ്പൊ റിട്ടയർ ചെയ്തു. അല്ല അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കണം. നമ്മൾ കുറച്ച് മറന്ന കാര്യം. നമ്മുടെ മൂത്തുമോനെ എന്താ ജോലിയായിരുന്നേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയായിരുന്നു? പിന്നെ വീട്ടില് കപ്പലിൽ ജോലിയിലായിരുന്നു. ഇപ്പൊ റിട്ടയർമെന്റ് ചെയ്തു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ വീട്ടില് റിട്ടയർ ചെയ്തു. അപ്പൊ മൂന്നാമത്തെ മോള് എഞ്ചിനീയർ ആയിട്ട് ഇപ്പൊ റിട്ടയർ ചെയ്തു അല്ലേ? ഇപ്പൊ 2 കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട്. ഓക്കെ. ഇനി നാലാമത്തെ മോളുടെ പേര്? ആറാമത്തെ അല്ലേ? അവരുടെ മക്കള് അവർക്ക് 2 ആൺകുട്ടികൾ അല്ലേ? ജോബും ബാബും. ശരിക്കും സാരി കിട്ടിട്ട് എല്ലാവരും എന്റെ പേര് സക്രിയ. അപ്പൊ അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ട്. അത് കഴിയുമ്പോ അവര് വന്നിട്ടുണ്ട്. ഈ പടം വേണ്ട. 3 ആളുകൾ എടുക്കുന്ന പ്രശ്നമില്ല. അത് അങ്ങനെ എടുക്കണ്ട. നമുക്ക് ഒരുമിച്ച് പടം എടുക്കണ്ട. ശരിക്കടാ. ഇനി ശരിക്കട് ചോദിക്കേ. ആരാം കോലാണ്. സൗണ്ട് ഇല്ലേ? അപ്പൊ ഉണ്ണിമോൻ ഇപ്പൊ എവിടെയാ? ഏട്ടപ്പോ അരാംകോല് 1.5 വർഷത്തോളായി. എന്താട്ടോ ലീവിനെങ്കിലും അടുത്തെങ്കിലും വന്നിരുന്നോ? ഇവനൊക്കെ 1 മാസം മുമ്പ് വന്നിരുന്നു. അത് ശരി. ആരാംകോയില് എവിടെയാ? ഡെഹ്റാൻ ക്ലാസ്സിനോട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അരാംകോല് കേക്കിലാണ്. പബ് കേക്കിലാണല്ലേ? എത്ര മാസം ലീവിലായിരുന്നു? ഇഷ്ടത്തിൽ 1 മാസം ലീവ്. ഇപ്രാവശ്യം വന്നപ്പോ 1 മാസം ലീവ്. 1 മാസം ലീവ് ഉണ്ടായിരുന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയല്ലേ? പപ്പയ്ക്ക് എന്താ ജോലി? അപ്പ PWD വർക്ക് സൂപ്രണ്ടായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയി. ഇപ്പൊ എന്താ ബാങ്ക് ബിസിനസ് ആയിട്ട് ബിസിനസ് കൃഷിയൊക്കെ ആയിട്ട്? പിന്നെ ഇനിയിപ്പോ ഉണ്ണിമോൻ ലീവിൽ എന്തായിരുന്നു? ഇനി സെപ്റ്റംബറിലോ 11 മാസം കൂടി 1 മാസത്തെ അവധിയാണ്. അപ്പൊ നീ ഇപ്പൊ എന്താ ചെയ്യാനുണ്ട്? ഞാനിപ്പോ ഇവിടെ ശ്രീകൃഷ്ണയില് BA ഹിസ്റ്ററി പഠിക്കും. കോളേജിൽ സമരമൊന്നും ഇല്ലേ? സമരമൊന്നുമില്ല ഈ വർഷം. ഇതിപ്പോ പ്രീ ഡിഗ്രിയാ? അല്ല ഫസ്റ്റ് ഇയർ BA. എന്നാണ് പരീക്ഷ? ഏപ്രിൽ 21. ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്താ തീരുമാനിക്കണം. ഇനി ശ്രീകൃഷ്ണനിൽ തന്നെ മലയാളം മെയിനായിട്ട് എനിക്കെങ്ങനെയാ മലയാളം എന്താ മലയാളം അത് ശരി. മലയാളം പ്രൊഫസറാകാനുള്ള ഉദ്ദേശമാണല്ലേ? എന്താ ജോലി? മരുവള് തിരുവനന്തപുരത്ത് അവള് ലെക്ചറാ സ്കൂളിൽ.
കോളേജിൽ പ്രൊഫസറാണ്. ഓൾ സയൻസ് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവർക്ക് പരീക്ഷ മലയാളം അവർക്ക് പുറത്തത് കേട്ടാ. പിന്നെ അത് നമ്മൾ നിങ്ങളുടെ കാര്യം കെട്ടിച്ചെടുത്തു ഉന്നത്തങ്ങാടി എന്താ മരുവന്റെ പേര്? സണ്ണീന്. സണ്ണി. അവര് എവിടെയാ ജോലി ചെയ്യുന്നത്? അറേബ്യയിലെ ഏത് കമ്പനിയിലെ? അരാംകോ അല്ലേ? അരാംകോ. അവരിപ്പോ എവിടെയാ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് ഡാർസലാം വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് മുമ്പ് എവിടെയാ വർക്ക് ചെയ്തിരുന്നേ? തൃശ്ശൂര് വിമല കോളേജിൽ അല്ലേ? ലെക്ചററായിട്ട്. എന്നിട്ട് PhD എടുത്തു. ഇപ്പൊ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഡാർസലാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്. ഇവരുടെ മകള് പിന്നെ എന്ത് ചെയ്യണു? മകള് പഠിക്കണു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര വയസ്സായി മോൾക്ക്? മോളെ പാട്ട് പാടിയേ. ഓക്കെ പാടിയേ. എന്നിട്ട് ശാന്തമനോഹര രാത്രി കുളിരിളം ചന്ദ്രിക കതിരൊളി വീശിയ പ്രശാന്ത സുരഭില രാത്രി വാരിളം പൂവുകൾ താലമൊരുക്കിയ ശാന്തമനോഹര രാത്രി പൊന്നുണ്ണി പിറന്നു തേരിൽ ദേവദൂത വന്നു പൊന്നുണ്ണി പിറന്നു തേരിൽ ദേവദൂത വന്നു കുളിരിളം ചന്ദ്രിക കതിരൊളി വീശിയ പ്രശാന്ത സുരഭില രാത്രി വാരിളം പൂവുകൾ താലമൊരുക്കിയ ശാന്തമനോഹര രാത്രി ഈ രാവിൽ ശൈലതടം പൂവണിഞ്ഞു അത്തിമര ചില്ലകളിൽ ചെറുകിളികൾ പാടി വന്നു പാടുഗായകരേ സ്വർഗദായകരേ പൊന്നുണ്ണി പിറന്നു തേരിൽ ദേവദൂതർ വന്നു പൊന്നുണ്ണി പിറന്നു തേരിൽ ദേവദൂതർ വന്നു കുളിരിളം ചന്ദ്രിക കതിരൊളി വീശിയ പ്രശാന്ത സുരഭില രാത്രി വാരിളം പൂവുകൾ താലമൊരുക്കിയ ശാന്തമനോഹര രാത്രി ഈ രാവിൽ പൂമാനം മലർച്ചൊരിഞ്ഞു പൂമരങ്ങൾ കുളിർക്കാറ്റിൽ താരങ്ങൾ ഏന്തിന്നു പാടുഗായകരേ സ്വർഗദായകരേ മാലാഖമാരുടെ ഗീതം ഉണ്ണി പിറന്നു തേരിൽ ദേവദൂതർ വന്നു പൊന്നുണ്ണി പിറന്നു തേരിൽ ദേവദൂതർ വന്നു കുളിരിളം ചന്ദ്രിക കതിരൊളി വീശി പ്രശാന്ത
നീലം പൂവുകൾ താലമൊരുക്കിയ സ്വന്തമനോഹര രാത്രി. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കരയാകെ ഇളകുമ്പോൾ അയരുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അയരുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. ഉയരത്തിൽ ഉലഞ്ഞിടും തരക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെന്റെ വിരുന്നിനെ മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർന്നിടും ദൈവം. കനിഞ്ഞെന്റെ വിരുന്നിനെ മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനനൊന്തു കണ്ണുനീർ തരംഗമായി തൂകുമ്പോൾ ഘനമുള്ളൻ പാപങ്ങൾ മായ്ക്കും. മനനൊന്തു കണ്ണുനീർ തരംഗമായി തൂകുമ്പോൾ ഘനമുള്ളൻ പാപങ്ങൾ മായ്ക്കും. മനമാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയായി കനിവുള്ള നിത്യനാം ദൈവം. മനമാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയായി കനിവുള്ള നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, പതിമാറ്റി വിളവേൽക്കാൻ യജമാനനെത്തുമ്പോൾ പതിപൂട്ടി വിരിയോതും നേരം. പതിമാറ്റി വിളവേൽക്കാൻ യജമാനനെത്തും അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായി നേടും ദൈവം. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായി നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ഈ പടത്തില് 3 പേരെ കാണുന്നുണ്ട്. അതിൽ ഒന്ന് ഇവിടുത്തെ അമ്മയുടെ 9ാമത്തെ മോള് തങ്കം, പിന്നെ 2ാമത്തെ മകന്റെ മൂത്ത മകൻ ചെറിയ ഇപ്പൊ അച്ഛനായി, പിന്നെ 2ാമത്തെ മകൻ ജയിക്കോബും. അവന് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴത്തെ പടമാണ്. ഇപ്പൊ
അച്ഛന്റെ പടം അച്ഛൻ ഇനി മാറ്റിട്ട് തമാശക്കായിരിക്കുമ്പോഴത്തെ പടം ഇവിടെ കൊടുത്തിരിക്കുന്നു. അച്ഛന്റെ ഡീറ്റെയിൽസ് പറയാം. അച്ഛൻ ഇപ്പൊ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. കോട്ടയം ലൈബ്രറിയിൽ സെമിനാരിലെ ലൈബ്രറിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിന് 3 കൊച്ചുങ്ങള് ഇപ്പൊ ഉണ്ട്. ഭാര്യ വീട് കരിയാഞ്ചിറ, എറണാകുളം അവിടെയാണ്. ദിവ്യബോധനം എന്ന പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അദ്ദേഹം. അദ്ദേഹം ഒന്നും വന്നിട്ടില്ല. എല്ലാവർക്കും സ്കാൻ ചെയ്യാം. You can take the ഇതാ അച്ഛനും ഫാമിലി ആയിട്ടുള്ള ഇതാണ് രണ്ടാമത്തെ ഏട്ടന്റെ ഫാമിലി. രണ്ടാമത്തെ ഫാമിലിയാണ് ഇപ്പൊ കാണുന്നത്. അതില് നമ്മുടെ മക്കളും മകന്റെ മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. മരുമകൻ രാജന്റെ മകൻ സാജൻ, മകൻ പീറ്റർ, മൂത്ത മകനായ അച്ഛൻ ചെറിയാനച്ഛൻ, രണ്ടാമത്തെ മകനായ ജേക്കബ്, ജേക്കബിന്റെ തൊട്ടടുത്ത് ജേക്കബിന്റെ ഭാര്യ ലീല, അച്ഛന്റെ തൊട്ടടുത്ത് അച്ഛന്റെ ഭാര്യ സാലി, അപ്പച്ചന്റെ തൊട്ടടുത്ത് അമ്മ, അമ്മയുടെ മടിയില് അച്ഛന്റെ മൂത്തപുത്രി, അമ്മയുടെ അടുത്ത് ഏറ്റവും താഴെയുള്ള മകൻ റോയ്, ഏറ്റവും താഴെയുള്ള മകള് ലീന അടുത്ത്, മൂത്ത മകളായ അല്ലി മരുമകന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. മകൻ ജോർജിന്റെ ഭാര്യ ആനിയുമാണ്. അവർ ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവരുടെ കല്യാണ ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകൾ ചിന്നമ്മയും അവരുടെ കൂട്ടുകാരികളും എഞ്ചിനീയറായി വർക്ക് ചെയ്യുമ്പോഴത്തെ ഫോട്ടോ ആണ്. അമ്മയും അമ്മയുടെ മൂത്ത മകനും മൂത്ത മകന്റെ ഭാര്യയും മകളും 2 മരുമക്കളും ഒരു മോന്റെ കുട്ടിയുമാണ്. രണ്ടാമത്തെ മകളുടെ മൂത്ത പുത്രൻ ഇപ്പൊ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. 1 വയസ്സ് പ്രായത്തിലെടുത്തതാണ്. എൻ്റെ അടുത്തുള്ള ഇളയ മകന്റെ മൂത്ത പെൺകുട്ടിയാണ് അത്. അവളിപ്പോ 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുക. ഷീബ എന്നാണ് പേര്. രണ്ടാമത്തെ മോനായ ചേർപ്പന്റെ രണ്ടാമത്തെ മകൻ ജേക്കബ്, അവരിപ്പോ വടക്കാഞ്ചേരിയാണ് താമസം. ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ടില്ല. അയാളുടെ പടമാണ് ഇപ്പൊ കാണുന്നത്. മൂപ്പര് കോഴിക്കോട്ടുനിന്ന് കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ട്, ജിംസൺ, ജിൻസി. അവര് വടക്കാഞ്ചേരി ഇപ്പൊ താമസിക്കുന്നു. പണ്ട് മിലിറ്ററിയിലായിരുന്നു, ഇപ്പം ടെലിഫോണിൽ വർക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മകന്റെ മോള് അല്ലി, ഭർത്താവ് രാജൻ, അവരുടെ ഫോട്ടോ ആണ് ഇപ്പൊ കാണുന്നത്. ഭർത്താവ് വന്നിട്ടില്ല. അവര് തിരുവല്ലാമല താമസിക്കുന്നു. ബാങ്കിലാണ് ജോലി രാജന്. അവർക്ക് 3 മക്കള്, സാജൻ, സീമ, സുനില്. ബാങ്കിന് പുറമെ അവര് രാജന് പലർക്കാടും കൂടി ഉണ്ട്. സീമ, സുനിൽ, സാജൻ 6ലും, സീമ 4ലും, സുനില് 2ലും പഠിക്കുന്നു. സ്കൂള് പൂട്ടി. സ്കൂള് മാർച്ച് ഏപ്രിൽ 1-ന്. 2 മാസം പോയി. ഇന്നലെ പോയിരുന്നു, കുന്നോളത്ത് പോയിരുന്നു. ഇന്നലെ തന്നെ വന്നേ. ഇന്നലെ അവിടുന്ന് വന്നേ. ക്ലാസ്സിലൊക്കെ നല്ലപോലെ പഠിപ്പിക്കണ്ട? ആർക്ക്? സ്കൂളില്. അപ്പച്ചൻ
സബ്ജക്റ്റ് എവിടെ വർക്ക് ചെയ്യണം പിന്നെ എന്തായിട്ടാ പേരെന്താ? ഞാന് അവിടെ ചേലക്കര തന്നെ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യും. ഏതാ സബ്ജക്ട് പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി ഹൈസ്കൂളില്. സ്കൂളിലാണ്. ഇവിടെ പിന്നെ അവിടെ ഒരു LP ഉണ്ട് സ്കൂള് ബ്ലാക്കോട്, അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. LP സ്കൂൾ ബ്ലാക്കോട്. ഇത്രേ ഉള്ളൂ. കോളേജ് വിദ്യാഭ്യാസം ഞാൻ വ്യാസ വടക്കായരി. അത് കഴിഞ്ഞ് B.Ed പത്തനംതിട്ട. ഇവിടെ TTCക്ക് പാലക്കാടായിരുന്നു. ഗവൺമെന്റ് പെട്ടെന്ന് ജോലി കിട്ടി. പഠിപ്പ് കഴിഞ്ഞുകൊണ്ട് ജോലി കിട്ടി. എത്ര പൈസ ഒന്നും കൊടുക്കാതെ കിട്ടി ജോലി. വീടിന്റെ അടുത്ത് തന്നെ. രണ്ടുപേർക്കും ഇല്ല, ഇവൾക്ക് 25,000 രൂപ കൊടുക്കണമെന്ന്. താഴെയുള്ള മോള് ലീന. ഇപ്പൊ എന്താ ചെയ്യണ? എന്താ ചെയ്യണിപ്പം? ഇത്ര 8ാം ക്ലാസ്സിലായിട്ടുള്ള എത്ര കൊല്ലം തൊരു? 2 വർഷം. അത് 1-ൽ 1 വർഷം, 8-ൽ 1 വർഷം. അത്രേ ഉള്ളൂ. പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കണ? എവിടെ? പരീക്ഷകൾ വരുന്നു ഇപ്പോഴത്തെ. 10ാം ക്ലാസ് കഴിഞ്ഞ എന്താ പ്ലാൻ? TTCക്ക് പോണം. ഏതാ കോളേജിലാ പോണം? TTCക്ക് അല്ലേ? പേരെന്താ പറഞ്ഞേ? ലീന. ഇവരാണ് സന്നിയുടെ ഫാദർ. ഇളയ മകള് തങ്കത്തിനെ വിവാഹം കഴിച്ച അവരുടെ സന്നിയുടെ അച്ഛനും അവരെ അമ്മയാണ്. ഇവരുടെ അപ്പച്ചൻ ഇജ്മാത്ത് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു കുന്നോളം പോസ്റ്റ് ഓഫീസിൽ. 1977 ഓഗസ്റ്റ് 5-ാം തീയതി ആണ് ഈ ലോകവാസം വിട്ടത്. ഇവരെ സിംഹാസനപ്പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അമ്മ കുഞ്ഞമ്മ. അമ്മ 1971 മാർച്ച് 9-ാം തീയതി ഈ ലോകവാസം വെടിക്കും. ഈ അപ്പച്ചനെ എനിക്ക് പറയണോ? ഡയലോഗ് വേണം. അപ്പച്ചനും അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ സാറാമ, രണ്ടാമത്തെ മകൻ ഐപ്പ്, മൂന്നാമത്തെ മകൻ സനി. 3 മക്കളാണ്. ഇളയ മകന് ഭാര്യയും കുട്ടി. ഈ പടത്തിലെ ഏറ്റവും വലത്തുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീ മൂത്ത മകളും അതിന് തൊട്ട് ഇടത്തുഭാഗത്ത് നിൽക്കുന്ന മൂത്ത മകനും അതിന് പുറകിൽ മൂത്ത മകൻ്റെ ഭാര്യയും അതിനുമിടത്ത് മൂത്ത മകനും പിന്നെ രണ്ടാമത്തെ മകനും പിന്നെ ഏറ്റവും ഇടത്തുഭാഗത്തുള്ളത് മരുമകൻ. ഭാര്യ നേരത്തെ ഈ പടത്തിനെ പ്രത്യേകിച്ച് അമ്മയുടെ അനുജത്തിയുടെ മകൻ ഏറ്റവും ഇടതുവശത്ത് ഇരിക്കുന്നു. അതിന് മുകളിലായി മൂത്ത മകളുടെ ഭർത്താവ്, അതിന് തൊട്ട് വേറെ അമ്മയുടെ അനിയത്തിൽ മറ്റൊരു മകൻ, പിന്നെ
അമ്മയുടെ മൂത്ത മകൻ അതിൽ തൊട്ട് അപ്പച്ചൻ ഇത് 1976 ജനുവരി 7-ാം തീയതി എടുത്ത ഫോട്ടോ ആണ്. അന്ന് ഇവരുടെ സണ്ണിയുടെ ജസ്മോളുടെ മാമോദിസയായിരുന്നു. ചെറിയ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് എടുത്ത പടമാണ്. അതിൽ ഇരിക്കുന്നത് നടുക്ക അപ്പച്ചൻ, പിന്നെ വലത്തെ സൈഡിന് പെങ്ങള് സാറാമി, അവരുടെ ഹസ്ബൻഡ് അളിയൻ താഴെ, പിന്നെ പിന്നിൽ ഗ്രേസിയുടെ വീട്ടുകാരും സണ്ണയുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്. അതേ പടം തന്നെ താഴെ കൊടുത്തിരിക്കുന്നു. ഇതില് ഗ്രേസിയുടെ അമ്മ ഇരിക്കുന്നു, പിന്നെ ഗ്രേസിയുടെ ആങ്ങളമാര്, ചേച്ചിമാര്, ചേച്ചിയുടെ മക്കള്, ചേച്ചിയുടെ ഭർത്താക്കന്മാര് എല്ലാവരും ഇരിക്കുന്നു. അതിൽ 2 ഫാമിലിക്കാരെ സംബന്ധിച്ചിരുന്നു. അതിൽ നിന്ന് ചില രംഗങ്ങളാണ്. ഇത് മകത്തിന്റെ ഹസ്ബൻഡ് സണ്ണി അതിലാകോയിൽ വർക്ക് ചെയ്തിരുന്നതിന്റെ ഒരു ഫോട്ടോ ആണ്. ജസ്റ്റിന്റെ 3-ാം വയസ്സിലെ ഫോട്ടോ ടാൻസാനിയയിൽ വെച്ച് യൂണിവേഴ്സിറ്റിയില് ജസ്മോൾക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ. ഇത് തങ്കത്തിന്റെ ഹസ്ബൻഡ് സണ്ണിയും തങ്കത്തിന്റെ ഇളയ ആങ്ങള ജോർജ്. അതെന്താ പോയ ഡേറ്റ് പറയും? മെയ് 17-ാം തീയതി. 1985 മെയ് 17-ാം തീയതി ആഗ്ര സന്ദർശിച്ച അവസരത്തിൽ എടുത്ത പടം. എടുത്തുനിന്ന് വലത്തോട്ട് ഗ്രേസി, ജസ്മോളും ഞാനും സണ്ണി, ജോസ്. അമ്മയുടെ പേരില് മക്കളുടെ പേർക്ക് നമ്മുടെ പേര് മക്കളുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? ആരാ ആർക്കാ? അല്ലിക്ക് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ അമ്മ. പിന്നെ പിന്നെ കിട്ടുന്നുണ്ടോ? പിന്നെ ശിവമോൾക്ക് ജോലിക്ക് ശിവക്ക് ഇട്ടുണ്ട്. ജോർജിന്റെ തിരുവനന്തപുരത്തുള്ള ആളുടെ മോൾക്ക് അല്ലേ? പിന്നെ നമ്മുടെ അപ്പന്റെ പേരാർക്കും കേട്ടോളാണ്. എന്റെ പേര് എല്ലാവർക്കും ഇപ്പൊ അച്ഛനിട്ടുണ്ട്. ജോയിക്ക് ദാമണികുട്ടറ ജെയിംസിന്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള അപ്പന്റെ പേരുള്ള അദ്ദേഹമാണ് ഇരിക്കുന്നത്. ജെയിംസ് അല്ലേ? 3 പേര്. അവരിപ്പോ എവിടെ താമസം? അവരിപ്പോ ഉണ്ടോ? രണ്ടാളുടെ ഭർത്താക്കന്മാരില്ല, മൂന്നാളുടെ ഭർത്താക്കന്മാരില്ല, ഒരാളുടെ ഉള്ളൂ. അവര് എവിടെ താമസം? അതിലൊരാള് ചൂരൂര്, ഒരാൾ കോട്ടോല്, ഒരാൾ പഴഞ്ഞില് അല്ലേ? അവർക്ക് മക്കളൊക്കെ? മക്കളൊക്കെ ഉണ്ട്. അമ്മ അവരെ കാണാറുണ്ടോ? അവര് വരാറൊക്കെ ഉണ്ടോ? ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൻ ഏതുപോലെ മരിച്ചേ? അപ്പൻ 56-ാമത്തെ വയസ്സിൽ. ഇളയ മോൾക്ക് എത്ര വയസ്സുണ്ട്? തങ്കത്തിന് 2 വയസ്സ് തികയില്ല. തങ്കത്തിന് 2 വയസ്സ് തികയാൻ മാസമുള്ളൂ. 40 കൊല്ലം ഇറങ്ങി വെച്ചിട്ട് നോക്കാൻ 4 ആൾക്കൂടെ ആവശ്യമുള്ളൂ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ,
ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ കാലത്തിലും ദുഃഖവേളയിലും അകലാതന സ്നേഹിതനേ യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കേ എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കേ എന്തു മോദം ഹൃദന്തം വരും. പാപലോകത്തിൻ ശാപദോഷങ്ങൾ പാടനിക്കാനായി വന്നിങ്ങു രക്ഷകൻ. പാപലോകത്തിൻ ശാപദോഷങ്ങൾ പാടനിക്കാനായി വന്നിങ്ങു രക്ഷകൻ. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാതന സ്നേഹിതനേ യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കേ എന്തു മോദം ഹൃദന്തം വരും. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ നാമം വിശ്വമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടപ്രവർത്തനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്തെങ്കിലും തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അത് ഞങ്ങൾ ഒഴിയണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഉള്ളതാകുന്നു. ആമേൻ. ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ ഇതിലേക്ക് പോകാം. Not all exercises are suitable for everyone, and this or any other exercise program may result in injury. To reduce the risk of injury in your case, consult your doctor before beginning this exercise program. The instructions and advice presented are in no way intended as a substitute for medical counseling.